ജ്യോതി മൽഹോത്ര വിവാദം വന്നപ്പോൾ രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കാമായിരുന്നു, പക്ഷേ അങ്ങനെ വേണ്ട എന്ന് കരുതി വളരെ മൈൽഡായിട്ട് ആ റെസ്പോൺസ് നിർത്തായിരുന്നു. അതെന്തുകൊണ്ടാണ്? അതായത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ്. വലിയൊരു ആക്രമണമൊക്കെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത് വന്ദേ ഭാരത് യാത്രയിലെത്തിയപ്പോൾ അതിന്റെ പിക്ചർ മാറുകയും ചെയ്തു. പക്ഷേ അതിൽ തിരിച്ചടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. തിരിച്ചടിക്കാനുള്ള ബമ്പറാണ് അടിച്ചത്. പക്ഷെ അതിനൊന്നും നിൽക്കുന്നില്ല. എന്താ വെച്ചാൽ അതും ഞാൻ പറഞ്ഞുതരാം. അത്തരം വിവാദങ്ങളും ടൂറിസം മേഖലയ്ക്ക് ഗുണമല്ല ചെയ്യുക. അതായത് കേരളം ചാരന്മാരെ സംരക്ഷിക്കുന്നവരുടെ കൂടാരമാണ് എന്നാണല്ലോ ആ പ്രചരണത്തിൻ്റെ ഒരു ആംഗിൾ. കേരളത്തിലെ ഒരു മന്ത്രി തന്നെ ചാരന്മാരെ സംരക്ഷിക്കുന്നയാളാണ്. അതിന് വേറെ ചില നിറം കൂടി നൽകാൻ ശ്രമിച്ചു. അപ്പം അങ്ങനെയുള്ളൊരു വിവാദം തുടർന്ന് പോകുമ്പോൾ അത് എങ്ങനെ ആയിക്കോട്ടെ, അതിൻ്റെ വസ്തുത ജനത്തിനറിയാം. ഇതൊന്നും മന്ത്രി അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നേരിട്ട് അറിഞ്ഞിട്ട് ഒരാൾ ഇത് ചെയ്യില്ല എന്ന് സാമാന്യ ബോധമുള്ള ആരും ചിന്തിക്കുന്നതാണ്. പിന്നെ എന്തിനീ വിവാദം? ഇപ്പം കേരള സ്റ്റോറി സിനിമ ഇറങ്ങി. സിനിമ കണ്ട ഒരു മലയാളിയും അംഗീകരിക്കില്ല ഇത് കേരളത്തിൽ നടക്കുന്നതാണ്. പക്ഷേ പുറത്ത് നടന്ന പ്രചരണം എന്താ? ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യയിലെ ചില സ്റ്റേറ്റിൽ ഹൗസ്ഫുള്ളായിട്ട് അത് ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ശരിയല്ല എന്ന് തോന്നുന്നത് പുറത്ത് ഇതെന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു. നാഷണൽ മീഡിയാസ് ഈ വിഷയത്തെ എങ്ങനെയാണ് എടുത്തത്? നാഷണൽ മീഡിയാസ് ഈ വിഷയത്തെ വലിയ നിലയിലേക്ക് എടുത്തു. വ്യക്തിപരമായി നമ്മളെ ചേർത്തുകൊണ്ട് വലിയ പ്രചരണം നടന്നു. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു ടൂറിസ്റ്റ് വരുമോ ഇല്ലയോ? ഇതാണ് പോയിന്റ്. കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു വിദേശ സഞ്ചാരി ഇത് അടിച്ചു നോക്കുമ്പോൾ കേരളം ഇങ്ങനെ ഒരു മന്ത്രി തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു, ഇങ്ങനെ കുഴപ്പമുണ്ടോ, ഇങ്ങനെയുള്ള പ്രശ്നമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ളവർ ഇങ്ങനെ കാണുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ കിട്ടിപ്പോയി വന്ദേ ഭാരത് എന്നൊന്ന് കൊടുക്കാം എന്ന് കരുതുന്ന നിലയിലേക്കുള്ള ഇടുങ്ങിയ മനസ്സല്ല ഞങ്ങളുടെ മനസ്സ്. പിന്നെ വിശാലമായിട്ടാണ് കാണുന്നത്. വിശാലമായി കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് പ്രധാനം.